എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പാലക്കും പരിപ്പും വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല ഞാൻ ഇതിൽ കുറച്ച് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് റെസിപ്പി കണ്ടിട്ട് വരും. കൂടാതെ പാലക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുമല്ല, വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചീരയാണ് പാലക്ക് ചീര. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവേ. ഈ പാലക്കും പരിപ്പും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതാ. ആദ്യം ഇത് പാലക്ക് നന്നായി വെള്ളത്തിൽ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് കേട്ടോ. പിന്നെ പരിപ്പ് തുവരഡാൾ, അതായത് നമ്മുടെ തുവരപ്പരിപ്പ് എടുത്താൽ മതി. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കണ്ടോ, എല്ലാ പരിപ്പും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മിക്സ്ഡ് ഡാളാണ്. പക്ഷേ ഇത് വേണമെന്നൊന്നുമില്ല, ഞാൻ സാധാരണ ഇലക്കറികളിൽ ഇതാണ് ചേർക്കാറ്, അതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. അതുപോലെ നന്നായി പഴുത്തിട്ടുള്ള ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അവസാനം നമുക്ക് മൂപ്പിച്ചൊഴിക്കാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ആവശ്യമുണ്ട്. അത് നമുക്ക് അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ചേർക്കുക. അധികം വെള്ളം ആവശ്യമില്ല, കാരണം ഇലക്കറികളിൽ എപ്പോഴും കുറച്ച് വെള്ളം ചേർക്കാവൂ. കാരണം ഇലയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഈ തക്കാളി ഇതാക്കിയത് അതിട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യം 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കുറച്ചായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, കുറച്ച് ചേർക്കണ്ടു, കാരണം ഇലക്കറിയിലൊക്കെ കുറച്ച് ഉപ്പേ ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്നായി ഇളക്കി ചേർക്കുക. കാരണം ഉപ്പും ഇതൊക്കെ ഒന്ന് നന്നായി ചേർത്ത് അതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇല മുഴുവനായും കുക്കറിലിട്ടതിന് ശേഷം നമുക്കൊന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എല്ലാ ഭാഗത്തേക്കും അതൊന്നാവാൻ, അത് കുക്കറിൽ ഇത് വെന്താവുമ്പോൾ ആയിക്കോളും. എന്നാലും ഒന്ന് ഇളക്കി ഒന്ന് പതപ്പെടുത്തിയിട്ട് ഇനി കുക്കർ നമുക്ക് അടച്ച് വെച്ച് ഓരോരുത്തരും അവനവൻ്റെ കുക്കറിനനുസരിച്ച്, ഓരോരുത്തരുടെയും കുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലാണ് വേവ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എത്ര വിസിൽ വേണമെങ്കിൽ അടുപ്പിക്കുക. എനിക്കിവിടെ 2 വിസിൽ അടിച്ചാൽ പാകാവാറുണ്ട്. അപ്പോൾ 2 വിസിൽ അടുപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ. 2 വിസിൽ അടുപ്പിച്ച് തുറന്നപ്പോൾ നമ്മുടെ പാലക്ക് കറി ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. പരിപ്പും പാലക്കും കൂടിയൊക്കെ നന്നായി മിക്സായിട്ടതാ ഇങ്ങനെ, ഒരുപാട് വെള്ളത്തിലല്ല, കുറച്ച് കുറുകിയ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആക്കി ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പാലക്കിൽ എന്തിനാണ് തക്കാളി ഇട്ടത് എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ പാലക്കിന് ഒരു മണമുണ്ട്, അതായത് ഒരു പച്ചശൂര്, ഒരു മണ്ണിൻ്റെ മണം പോലത്തെ ഒരു മണമുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും ഈ പാലക്ക് കറി വെച്ച് കൂട്ടാൻ മടിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇതൊക്കെ ചേർക്കുന്നത്, തക്കാളിയും ഒക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഉള്ളി മുപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഉള്ളി ചേർക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ കറിയിലിട്ടുണ്ട്, പരിപ്പ് ചീരയും കൂടി വേവിക്കുമ്പോൾ. ഒരു 4 വെളുത്തുള്ളി എന്തായാലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി 4 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാം. അത് അങ്ങനെ ചേർത്ത് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഉള്ളി അപ്പോൾ അത് നന്നായി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഞാൻ കുക്കറിൽ നിന്ന് കൂട്ടാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം ഇത് കാണാൻ എളുപ്പത്തിനായിട്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലക്ക് പരിപ്പ് കറി തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെ എന്നല്ല, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ.
ട്രൈ ചെയ്താത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാലക്ക് പരിപ്പ് കറി ഇതാട്ടോ തയ്യാറായി. കണ്ടോ, കാണാൻ എന്ത് ഭംഗി, അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല പാലക്കിന് അറിയാലോ ഒരുപാട് വിറ്റാമിൻസ് ഉള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പാലക്ക് പരിപ്പ് കറി ഉണ്ടാക്കി നോക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.